വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോർവേയിലത്തെ ട്രോംസോയിലത്തെ ഒരു അടിപൊളി റെയിൻഡിയർ ടൂറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രോംസോയിൽ വന്ന് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെയിൻഡിയർ ടൂർ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മളൊന്ന് പോണത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് റെയിൻഡിയർ ടൂറാണ്. അപ്പോൾ റെയിൻഡിയറിൻ്റെ സ്ലെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൻഡിയർ ഫീഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ റെയിൻഡിയറിനെ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ഒരുപാട് പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് മെയിനായിട്ട് റെയിൻഡിയറിൻ്റെ സാമി കൾച്ചറൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമി കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ റെയിൻഡിയറിനെ വളർത്തുന്നത്. അപ്പോൾ ഈ ടൂറിനകത്ത് സാമി കൾച്ചറിനെ പറ്റി പറയുകയും അത് പരിചയപ്പെടുകയും നമുക്ക് റെയിൻഡിയറിനെ കാണുകയും തൊടുകയും ഫുഡ് കൊടുക്കുകയും റെയിൻഡിയറിൻ്റെ ഒരു അടിപൊളി സ്ലെഡിങ് എക്സ്പീരിയൻസും ഒക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ടൂർ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ വന്ന് കയറി കഴിഞ്ഞുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ടെൻ്റ് ഏരിയയിലേക്കാണ് വരാൻ പറ്റുക. ഭയങ്കര തണുപ്പാണ്, പുറത്ത് മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇവിടെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റിനും ഇരുന്ന് ഇവിടുത്തെ സാമി കൾച്ചർ എന്താണ്, ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇവിടെ ചൂട് കാഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കാം. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോയിട്ട് കുറച്ച് ആളുകൾ റെയിൻഡിയറിൻ്റെ ഫീഡിങ്ങിന് പോവും, കുറച്ച് ആൾക്കാർ സ്ലെഡിങ്ങിന് പോവും. അങ്ങനെയാണ് ഇവിടുത്തെ മൊത്തത്തിലൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രോംസോയിൽ വരുന്ന എല്ലാവരും റെയിൻഡിയർ ടൂറിന് വരുന്ന ഒരു പ്ലേസ് ഇതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതൊരു ടൂർ പ്രൊവൈഡർ വഴിയാണ് ഇവിടുത്തെ ഈ ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തെങ്കിൽ പോലും എല്ലാ ആൾക്കാരും ഇവിടുത്തെ റെയിൻഡിയർ ടൂറിന് വരുന്നത് ഈ ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ലെഡിങ്ങിനും കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ റെയിൻഡിയർ ഫീഡിങ്ങിനൊക്കെ ആയിട്ട് ഇവർ ബാച്ചായിട്ട് തിരിച്ചിട്ടാണ് വിടുക. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ റെയിൻഡിയർ സ്ലെഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ ഇതുപോലത്തെ കുറേ റെയിൻഡിയർസും ആ ഒരു ചെറിയൊരു കുട്ടി വണ്ടിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർ സ്ലെഡിങ്ങിന് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരാണ് ഇവിടെ റെയിൻഡിയർ ഫീഡിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെയിൻഡിയർസൊക്കെ ഉള്ള മൊത്തമുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുഡ് നമുക്കൊരു ബക്കറ്റിലാക്കിയിട്ട് അതിൻ്റെ ഫുഡ് തരും. അപ്പോൾ ആ ഫുഡ് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഈ ഒരു റെയിൻഡിയറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഫുഡൊക്കെ ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബക്കറ്റിലാക്കി അവർ തരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെയിൻഡിയറിൻ്റെ ഇടയിലേക്കൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നില്ല, അതുപോലെ നമുക്ക് ബക്കറ്റ് ഷോൾഡറിൽ വെച്ചിട്ട് ഇറങ്ങുക, നമ്മൾ റെയിൻഡിയറിന് ഫുഡ് കൊടുക്കുക, അവർ തന്നെ ആ ബക്കറ്റിൽ നിന്ന് കഴിച്ചോളും. അപ്പോൾ ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, നമ്മളെങ്ങനെയാണ് റെയിൻഡിയറിന് ഫീഡ് ചെയ്യേണ്ടത്. അതുപോലെ അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഫുഡുമായിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതെല്ലാം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ കൂടും. അപ്പോൾ നമ്മൾ പതിയെ അതിനെ ഇങ്ങനെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് വിടുക. നമുക്ക് പേടിക്കാനൊന്നും ഇല്ല, ഇവരങ്ങനെ ഉപദ്രവകാരികളായിട്ടുള്ള ഒരു ആനിമൽ അല്ല റെയിൻഡിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ സേഫായിട്ട് റെയിൻഡിയർ ഫീഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കതിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ ഒരുപാട് പെറ്റ്സ് ഒന്നും അങ്ങനെ വളർത്തുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡോഗ്സ് ക്യാറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ റെയിൻഡിയർ ഇത്രയും വലിപ്പമുള്ള ഒരു ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് ഈ ഫുഡ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇത് മൊത്തം നമ്മുടെ ചുറ്റിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതിയെ നമ്മളിങ്ങനെ തള്ളി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്തവണ റെയിൻഡിയർ ടൂറിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് റേച്ചലാണ്. കാരണം റേച്ചൽ ഒരുപാട് പിക്ചേഴ്സും ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കുട്ടികൾ ചെറുതായതുകൊണ്ട് തന്നെ റെയിൻഡിയർ നല്ല വലുപ്പമുള്ള റെയിൻഡിയർസാണ്. അപ്പോൾ അവർ നമ്മുടെ ചുറ്റിനും വരുമ്പോൾ കുട്ടികളുടെ ഫേസിൻ്റെ അത്രയും ഹൈറ്റിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അതുമാത്രമല്ല നല്ല നീളത്തിലുള്ള കൊമ്പുകളുള്ള റെയിൻഡിയറാണ്. ഇവർ മാൻ്റെ കൊമ്പൊക്കെ ഇല്ല, അതുപോലെ ഭയങ്കര വലിയ കൊമ്പുകളാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പേടിയാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ ഉപദ്രവകാരികളായിട്ടുള്ള ഒരു ആനിമൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ല. ആദ്യത്തെ ഒരു പേടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ഇവിടെ നിന്ന് ഇതിന് തൊട്ട് നോക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സാമി കൾച്ചറിലുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഈ ഒരു റെയിൻഡിയറിനെ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടൂറിന് വന്നാലുള്ള പ്രത്യേകത, നമ്മൾ ഈ ഒരു റെയിൻഡിയറിൻ്റെ ഒരു നേരത്തെ ആഹാരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് വഴി ഇവിടുത്തെ ടിക്കറ്റ് റേറ്റും നമ്മുടെ ആ ഒരു എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്നത് ശരിക്കും ഇവിടുത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഈ ഒരു ടൂർ വഴി ഇവിടുത്തെ റെയിൻഡിയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ റെയിൻഡിയറിന് ഫീഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ നമുക്ക് കിട്ടുകയാണ്.
അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ആട്ടുംകുട്ടിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു റെയിൻഡിയറാണ്. അതിന് തീരെ കൊമ്പില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ കൊമ്പ് പൊഴിഞ്ഞു പോകുന്നതാണ് പറയുക. അത് കഴിഞ്ഞ് വീണ്ടും കൊമ്പ് വളർന്നു വരും. ഈ റെയിൻഡിയറിൻ്റെ ബോഡിയിലുള്ള എല്ലാ പാർട്സും ഇവർ പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മരിയാടിൻ്റെയൊക്കെ തോലില്ലേ, അതുപോലെ ഇവിടുത്തെ വാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റ്സും അതുപോലെ ഷൂവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊമ്പും. പിന്നെ റെയിൻഡിയർ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ മാത്രം കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാം റെയിൻഡിയറിൻ്റെ എല്ലാ ബോഡി പാർട്സും പല കാര്യങ്ങൾക്ക് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റെയിൻഡിയർ ഫീഡിങ്ങിന് വരുന്ന വഴി നമുക്ക് കുറച്ച് സമയം ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കാം, ഈ റെയിൻഡിയർസിനെയൊക്കെ തൊട്ട് നോക്കാം. പിന്നെ ഈ ഫുഡ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റിനും കൂടുന്നത്, കാരണം എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവും നമ്മുടെ ചുറ്റിനും ഇങ്ങനെ കൂടുന്ന കാണുമ്പം. പക്ഷേ കൊമ്പൊക്കെ കൊണ്ടുവരുമ്പോൾ പതിയെ നമ്മൾ തലയുടെ അവിടെ ഇങ്ങനെ പിടിച്ച് പുറകിലേട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന പോലത്തെ ഒരു ആനിമലൊന്നും അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനൊന്നും വേണ്ട. പക്ഷെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് തീരെ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ റേച്ചിൽ കുറച്ച് സമയം റെയിൻഡിയറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ആൾക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പേടിയായിട്ട് കുറച്ച് സൈഡിലേക്ക് മാറി നിൽക്കുമായിരുന്നു. എന്നാലും കുട്ടികൾക്കൊക്കെ ഇത് കണ്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇത്രയും അധികം, അത് കുറച്ചൊന്നുമല്ല, നമ്മളിപ്പോൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവിടെ ഒരു 100 റെയിൻഡിയേഴ്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അതുകൂടാണ്ട് കുറേ റെയിൻഡിയേഴ്സ് സ്ലെഡിങ്ങിന് വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ ആ ഒരു വുഡൻ സീറ്റ് വലിക്കുന്നത് റെയിൻഡിയേഴ്സ് ആണല്ലോ, അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ പറ്റും ഒരു 10-20 റെയിൻഡിയർ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള റെയിൻഡിയറിനെയാണ് ഇവർ ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് റെയിൻഡിയറിനെ ഇവർ സൂപ്പിനും, പിന്നെ നോർവേയിൽ വന്നാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ് റെയിൻഡിയർ സൂപ്പ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ പശുവിനെ വളർത്തുന്നതും ആടിനെ വളർത്തുന്നതൊക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ റെയിൻഡിയറിനെ വളർത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു റെയിൻഡിയറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ -50 ഡിഗ്രിയിൽ വരെ ജീവിക്കാൻ പറ്റുന്ന ഒരു ആനിമലാണ് ഈ റെയിൻഡിയർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു -15, -20 ഡിഗ്രിയൊക്കെ ഇവർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ഒരു -8, -10 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര കൂളായിട്ട് നടക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് നമ്മൾ ബൂട്ടും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ റെയിൻഡിയർസിന് പൊതുവേ ഭയങ്കര തണുപ്പുള്ള ഒരു ക്ലൈമറ്റിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു സാമി കൾച്ചറിലുള്ള ചില വില്ലേജ് സൈഡിലൊക്കെ പണ്ടത്തെ കാലത്ത് -50 ഡിഗ്രി, -40 ഡിഗ്രിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് ഇവിടുത്തെ ഈ ഒരു റെയിൻഡിയർസിനെയാണെന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കുതിര സവാരിയൊക്കെ നടത്തില്ലേ പഴയ കാലത്ത്, അതുപോലെ. അപ്പോൾ ഈ ഒരു റെയിൻഡിയർ ഇതുപോലത്തെ സ്ലെഡിങ് ചെറിയൊരു കുട്ടിവണ്ടി ഇതിൻ്റെ പുറകിൽ വെച്ചിട്ട് അതിനകത്താണ് ഇവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാമി കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പണ്ടത്തെ കാലത്ത് മെയിൻ ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു റെയിൻഡിയറിനെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു മീറ്റാണ് റെയിൻഡിയറിൻ്റെ മീറ്റ് എന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് ഔഷധ ഗുണമുള്ള ഒരു മീറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ റെയിൻഡിയർ സൂപ്പ് കഴിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾ വേൾഡിൽ തന്നെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത്, അപ്പോൾ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറൊക്കെയാണ് ഇവിടെ ഈ ഒരു റെയിൻഡിയർ ഫീഡിങ് ഏരിയയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഭാഗ്യത്തിന് നമ്മൾ ഈ ഒരു റെയിൻഡിയർ ഫീഡിങ്ങിന് വന്ന സമയത്ത് വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള വീഡിയോസും പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റി, കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റി. നല്ല മഞ്ഞുള്ള ഒരു ദിവസം തന്നെയാണത്. രാവിലെ തൊട്ടിട്ട് ഭയങ്കര മഞ്ഞായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമ്മൾ ഈ റെയിൻഡിയറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വലിയ മഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ റെയിൻഡിയർ സ്ലെഡിങ് കോസ്റ്റ് വരുന്നത് ശരിക്കും ഒരു 120 euro ഒക്കെയാണ് കേട്ടോ. പല റേറ്റിലുണ്ട്. പല പ്രൊവൈഡേഴ്സ് നമുക്ക് ഇവിടുത്തെ ടൂർ പാക്കേജസ് തരുന്നുണ്ട് പല ടൈമിലായിട്ട്. അപ്പോൾ സീസൺ മാറുന്നതനുസരിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഇവിടുത്തെ റേറ്റിൽ വരാറുണ്ട്. എന്നാലും നമ്മളൊരു 120-130 euro ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പാക്കേജസ് എടുക്കാൻ പറ്റും. അതിനകത്ത് ഈ സ്ലെഡിങ്ങും ഫീഡിങ്ങും അതുപോലെ സാമി കൾച്ചറും ഇവിടുത്തെ ഈ ഫുഡും ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതൊരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് 3 hours-ൻ്റെ ഉണ്ട്, 5 hours-ൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ സ്ലെഡിങ് ടൂർ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 minutes-ൻ്റെ എടുക്കാം, 30 minutes-ൻ്റെ എടുക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളിവിടെ വന്നാൽ ഈ ഒരു ടൂർ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ
ആ ഒരു റെയിൻഡിയറിൻ്റെ ഫീഡിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ആ ഒരു റെയിൻഡിയർ സ്ലെഡിങ് ഏരിയയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചിലാണ് സ്ലെഡിങ്ങിന് പോണത്. അപ്പോൾ നമ്മൾ സ്ലെഡിങ്ങിന് വന്നപ്പോഴേക്കും ഭയങ്കര മഞ്ഞ് പെയ്യുന്ന ഒരു സമയമായിട്ട് മാറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഫുള്ള് വൈറ്റാണ്. നമ്മൾ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്കൈ വൈറ്റ്, അതുപോലെ താഴേക്ക് നോക്കിയാൽ മൊത്തം മഞ്ഞ് വീണ് കിടക്കണം. അങ്ങനെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും സ്ലെഡിങ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടോ, നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്നോമാനായി പോകാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫുള്ള് ഡ്രസ്സേലും ക്യാപ്പയിലും ഒക്കെ മഞ്ഞ് വീണിരിക്കുമായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയധികം മഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റെയിൻഡിയറിൻ്റെ സ്ലെഡിങ് അത്ര ഭംഗിയായിട്ട് നമുക്ക് ഭയങ്കര സൂപ്പറായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സ്ലെഡിങ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് വൈറ്റായിട്ട് വലിയ മൗണ്ടെയിനൊന്നും ഇല്ലാത്തൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇതുപോലത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് പോളണ്ടിൽ സക്കോപെയിനിൽ ഹോഴ്സ് സ്ലെഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു അടിപൊളി വാലിയിലൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ രണ്ട് സൈഡിൽ നോക്കി നമുക്ക് മൗണ്ടെയിനും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഒരു റെയിൻഡിയർ സ്ലെഡിങ് ചെയ്യുക, കുറച്ചിങ്ങനെ കാഴ്ചകളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നതും അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഫുൾ ഡേയിൽ നമുക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്ത് തീരെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റെയിൻഡിയർ സ്ലെഡിങ്ങിൻ്റെ ആ ഒരു ഫുൾ എൻജോയ്മെൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റാണ്ടിരുന്നത് ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടാണ് കേട്ടോ. കുറേ സമയം ഞാൻ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തതാണ്. പക്ഷേ ആ ഫീഡിങ്ങിൻ്റെ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ, നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ റെയിൻഡിയർസ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് സ്നോ മൊബൈൽസ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സെക്കോപെയിനിൽ പോയപ്പോഴും സ്നോ മൊബൈലിംഗ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സ്നോ മൊബൈൽ വെഹിക്കിൾസൊക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ പണ്ടത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ ഒരു റെയിൻഡിയറിനെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഇങ്ങനെ കയറി ഒരു കുതിരവണ്ടി സവാരിയൊക്കെ പോലെയാണ് ആൾക്കാർ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു റെയിൻഡിയർ എന്ന് പറയുന്നത് സാമി കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കാരണം, പണ്ടത്തെ കാലത്ത് തൊട്ടിട്ട് സാമി കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ റെയിൻഡിയറിനെ വളർത്തി അതിൻ്റെ മീറ്റ് യൂസ് ചെയ്യും, പിന്നെ ഫിഷിങ്, ഹണ്ടിങ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തു വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ക്ലൈമറ്റിനനുസരിച്ചിട്ട് പ്രകൃതിയിൽ നിന്നും ഇണങ്ങി ചേർന്ന് ജീവിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് സാമി എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ റെയിൻഡിയർ ടൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇവിടുത്തെ ഫീസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഫയർ സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുറത്ത് നമ്മൾ നല്ല തണുത്ത് നിൽക്കുകയല്ലേ, അപ്പോൾ അകത്ത് കയറി കുറച്ച് സമയം നമുക്ക് ചൂട് കായാനും, അതുപോലെ നല്ല ചൂടായിട്ടുള്ള റെയിൻഡിയർ സൂപ്പാണ് ഇവർ തരുന്നത്. വെജിറ്റേറിയൻ സൂപ്പും ഉണ്ട്, നോൺ വെജിലാണെങ്കിൽ റെയിൻഡിയർ സൂപ്പാണുള്ളതും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാകണ്ടോ, നമ്മൾ ഭയങ്കരമായിട്ട് തണുത്ത് ഈ ഒരു സ്നോഫോളിൽ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് കയറിയത്. അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ ചൂട് കാഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറൊക്കെ നമ്മളിതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നല്ല ഹോട്ടായിട്ടുള്ള കോഫി, ടീ കിട്ടും, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ഇതാക്കണ്ടോ, ഇത് റെയിൻഡിയർ സൂപ്പാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതും ഈ ഒരു പാക്കേജിൻ്റെ തന്നെ ഭാഗമാണ്. ഇനിയിപ്പോൾ റെയിൻഡിയർ സൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. നല്ല ടേസ്റ്റുള്ള മീറ്റ് തന്നെയാണ് റെയിൻഡിയറും. അപ്പോൾ നമ്മൾ റെയിൻഡിയർ സ്ലെഡിങ്ങും ഫീഡിങ്ങും അതുപോലെ നമ്മുടെ ആ ഒരു റെയിൻഡിയറിൻ്റെ സൂപ്പൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വരുന്നത് ഈ ഒരു ഇവിടുത്തെ ഈ ഒരു ടൂർ പാക്കേജിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള സാമി കൾച്ചർ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതുപോലത്തെ ഒരു ടെൻറ്റിലിരുന്നിട്ട് ഇതാണ് ഈ ഒരു സാമി കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ കേട്ടോ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഇവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അവരുടെ ഡ്രസ്സും ആ ഒരു ഫുൾ അട്ടയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അവരുടേത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് റെയിൻഡിയറിൻ്റെ സ്കിന്ന് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷൂ ആണ് കേട്ടോ. അപ്പോൾ -50 ഡിഗ്രിയിലൊക്കെ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ വാം ആയിട്ടുള്ള ഒരു റെയിൻഡിയറിൻ്റെ ഷൂ ആണ്. അപ്പോൾ ഇവരിവിടെ ഇത് നമ്മളിത് കാണിച്ചു തരായിരുന്നു കേട്ടോ.
അപ്പോൾ ഏകദേശം ഒരു 15 to 20 minutes ഒക്കെയാണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സാമി കൾച്ചറിൻ്റെ കഥയൊക്കെ കേട്ട് ഈ ഒരു ഫയർ ഏരിയേൻ്റെ ചുറ്റിനും കുറച്ച് സമയം നമുക്ക് ചൂടൊക്കെ കാഞ്ഞ് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഒരു റെയിൻഡിയർ ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രോംസോയിൽ വന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ട്രോംസോയിലത്തെ ഈ ഒരു റെയിൻഡിയർ ടൂർ എക്സ്പീരിയൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു അഗൈൻ. ബൈ.